വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ നടന്ന ഈ സെമിനാറിൽ വളരെ പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. മോഹൻ ഗോപാൽ സാറ് ആദ്യമേ തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശദീകരിച്ചപ്പോൾ നാരായണ ഗുരുവിൻ്റെ ദാർശനികമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിലൂടെയാണത് ആരംഭിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വചിന്തകനാണ് നാരായണ ഗുരു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതും നാരായണ ഗുരുവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത്രയേറെ രീതിയിലുള്ള ഒരു അക്കാദമികവും അല്ലാത്തതുമായിട്ടുള്ള വിപുലമായ ഒരു സാഹിത്യം നാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മുൻനിർത്തി നമ്മൾ സമീപിക്കുമ്പോൾ, ഇവിടെ മോഹൻ ഗോപാൽ സാറ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നാരായണ ഗുരുവിൻ്റെ ഒറിജിനലായിട്ടുള്ള ചിന്തകളെ അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളിലൂടെ ആ കൃതികളെ സ്വതന്ത്രമായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നതെന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. അദ്ദേഹം അതിനെ സെൽഫ് സ്റ്റഡി ഓഫ് നാരായണ ഗുരുസ് തോട്ട് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ സ്വതന്ത്രമായി സമകാലികമായി വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു രീതിയാണത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതൊരു ചിന്തകനും സമകാലികമായി വായിക്കപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആ ചിന്തകൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ സമകാലികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സാധാരണ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ബൈ ട്രെയിനിങ് സാമൂഹ്യശാസ്ത്രമാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ ഈ പൊതുവേ ഈ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ബൗദ്ധിക ചരിത്രം എന്ന് പറയുന്ന ഒരു ശാഖയിലാണ് സാധാരണ നമ്മൾ ഈ ഇപ്പം നവോത്ഥാന കാലഘട്ടത്തും അതിനുശേഷം ഉണ്ടായി വന്ന ചിന്തകന്മാരെ നമ്മൾ സ്ഥാനപ്പെടുത്തുന്നത്, ചരിത്രപരമായി സ്ഥാനപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്രം പോലും വളരെ ആഴത്തിലുള്ള ഒരു ധാരണയല്ല നാരായണ ഗുരുവിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ വിവരവും. അത് ഞാൻ ആദ്യം തന്നെ തുറന്നു പറയട്ടെ. കാരണം ഞങ്ങൾ സംബന്ധിച്ചോളം, ചരിത്രം പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം, നമ്മുടെ ഒരു സാമൂഹിക ആധുനികവൽക്കരണ പ്രക്രിയ, നവോത്ഥാനമെന്നോ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ആധുനികവൽക്കരണ പ്രക്രിയയാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി സമൂഹത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റത്തിന് നിദാനമായി പ്രവർത്തിച്ച വ്യക്തികൾ, ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അവരെ ഇതെല്ലാം കൂടി ഇടപെട്ട വലിയൊരു പരിവർത്തന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഒരാധുനിക സമൂഹം രൂപപ്പെട്ടു വന്നതെന്നും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട ഒരുപാട് പല രീതിയിലുള്ള ചിന്തകൾ, അതിനെ നവോത്ഥാന ചിന്തകളെന്നും നവോത്ഥാന മൂല്യങ്ങളെന്നും ആശയങ്ങളെന്നും വിളിക്കുകയും അതിൻ്റെ ഒക്കെ സ്വാധീനത്താലാണ് നമ്മുടെ ആധുനിക കേരളീയ സമൂഹം രൂപപ്പെട്ടു വന്നതെന്നും ആ മൂല്യങ്ങളെയൊക്കെ നമ്മുടെ ജനാധിപത്യ മതേതര ജീവിതത്തിൽ നിലനിർത്തണമെന്നും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പുലരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ചരിത്ര ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ സാധാരണ ഇങ്ങനെ സമീപിക്കാറ്, ഈ ചിന്തകന്മാരെയൊക്കെ പൊതുവെ സമീപിക്കാറുള്ളത്. വളരെ കുറച്ച് പേർ മാത്രമേ ഇവരുടെ മൗലികമായ ചിന്തകളെ, ഇവരുടെ മൊത്തത്തിലുള്ള ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ, ഇവരുടെ എഴുത്തുകളും പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആഴത്തിൽ സമീപിക്കാറുള്ളൂ, പൊതുവെ ചരിത്രകാരന്മാർ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള എൻ്റെ അഭിപ്രായത്തിന് അതിൻ്റേതായ പരിമിതി ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറയും. അപ്പോൾ ഈ സെൽഫായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ അന്വേഷണം, മനസ്സിലാക്കൽ എന്ന് പറയുന്നത്, വേറെ രീതിയിൽ പറഞ്ഞ ഒരു സെൽഫ് റിഫ്ലക്സീവ് തോട്ട് എന്ന് പറയും. ആ സെൽഫ് റിഫ്ലക്സീവായിട്ടുള്ള നമ്മളൊരു ചിന്തകനെ, അവരുടെ ചിന്തയെ അതിൻ്റെ കാലഘട്ടത്തിൻ്റെയും അതിൻ്റെ സമകാലികതയും മുൻനിർത്തി
മനസ്സിലാക്കുന്ന രീതിയാണ് ഒരു സെൽഫ് റിഫ്ലക്സീവായിട്ടുള്ളൊരു എൻഗേജ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നാരായണ ഗുരുവെ മുൻനിർത്തിയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുരു അത്യന്തികമായി അന്വേഷിച്ചതും അതിന് അദ്ദേഹം പല രീതിയിലുള്ള വിവക്ഷകൾ നൽകിയതും മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധം എന്താണെന്നുള്ളതാണ്. മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദിയായിട്ടുള്ള അടിസ്ഥാനപരമായ സ്വഭാവം അറിവാണ് എന്ന് അദ്ദേഹം നിരൂപിക്കുന്നു. അറിവാണ് പ്രപഞ്ചത്തിലെ അടിസ്ഥാനപരമായ സ്വഭാവം അറിവാണെന്നും പ്രപഞ്ചവുമായി താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന നിലനിൽക്കുന്ന മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഉന്മ അല്ലെങ്കിൽ അസ്തിത്വം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പനമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഒരു താക്കോൽ വാചകം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനെ മുൻനിർത്തി അസ്വതന്ത്രമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടവും അതിന് മുന്നേയും ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അസ്വതന്ത്രമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മേൽക്കോയ്മ രൂപങ്ങളുടെയും അസമത്വത്തിൻ്റേതായിട്ടുള്ള അസ്വതന്ത്രമായ ഒരു സാമൂഹ്യക്രമത്തിൽ ഒരു മനുഷ്യ ബന്ധത്തിൽ സ്വാതന്ത്ര്യത്തെ നിർവഹിച്ചുകൊണ്ടാണ് അതിന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. സ്വാതന്ത്ര്യത്തെ നിർവഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു സന്യാസി വര്യൻ എന്ന രീതിയിൽ ഒരു ചിന്തകനായ ഒരാളെ സംബന്ധിച്ചോളം പ്രപഞ്ചത്തെയും മനുഷ്യനെയും മനുഷ്യബന്ധങ്ങളെയും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അസ്വാതന്ത്ര്യത്തെയും മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു കൺസെപ്ച്വൽ വൊക്കാബുലറിയിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു കൺസെപ്ച്വൽ വൊക്കാബുലറി എന്ന് പറയുന്നത് സങ്കല്പനാപരമായിട്ടുള്ളൊരു പദകോശങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഏതൊരു ചിന്തകനും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലെ വിശാലമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സങ്കല്പം. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം, ആ സങ്കല്പത്തിൽ മതവിശ്വാസ സ്വാതന്ത്ര്യമായിട്ടാണ് അദ്ദേഹത്തിന് അതിനെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചോളം അവതരിപ്പിക്കുന്നുള്ളതാണ്. കാരണം ഭൂരിപക്ഷം മനുഷ്യരും ജീവിക്കുന്നത് അവരുടെ ഒരു വ്യവഹാരിക ലോകത്തിൻ്റെ ഉള്ളിലാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾ, ദൈനംദിന ജീവിതത്തിൻ്റെ സാമൂഹിക ഇടപാട് ബന്ധങ്ങൾക്കുള്ളിലാണ് മനുഷ്യർ നിൽക്കുന്നത്. അപ്പോൾ ആ മനുഷ്യർക്ക് മനസ്സിലാകാവുന്നതും അവർക്ക് തന്നെ ബോധ്യപ്പെടേണ്ടതും അവർ തന്നെ മാറ്റേണ്ടതുമായിട്ടുള്ള ഒരുപാട് ഇടപാട് ബന്ധങ്ങളെ മനസ്സിലാക്കുവാൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉപയോഗിക്കുന്നത്. മതത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യം. കാരണം മനുഷ്യരുടെ ദുഃഖവും ദുരിതവും കണ്ണീരും വേദനയും ഒക്കെ നിലനിർത്തുന്ന ഒരു സാമൂഹിക അസമത്വക്രമത്തെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിൽ അതിനെ മനസ്സിലാക്കുകയും അങ്ങനെ മനുഷ്യന് വിശ്വാസ സ്വാതന്ത്ര്യം ലഭിക്കുക വഴി മനുഷ്യന് സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് പരിവർത്തിപ്പിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് അതിനെ വികസിപ്പിക്കുവാനാണ് ശ്രമിച്ചതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. വിശ്വാസ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താം. ആ സാമൂഹ്യ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നത് ഇന്ത്യൻ അവസ്ഥയിൽ ഈ ജാതി വർണ്ണ വ്യവസ്ഥയാണ് മനുഷ്യന് സാമൂഹ്യ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും സാമൂഹ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്നത് ഈ ജാതി വർണ്ണ വ്യവസ്ഥയാണ്. അപ്പോൾ ജാതിയെക്കുറിച്ചുള്ള വർണ്ണത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മോഹൻഗോപാൽ സാറ് പറഞ്ഞു, വർണ്ണം എന്ന് പറഞ്ഞാൽ വർണ്ണനയാണ്. മനുഷ്യൻ്റെ സാമൂഹികമായ സ്വഭാവ സവിശേഷതകളാണ്. സാമൂഹികം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി അധികാരബദ്ധമായി നിലനിർത്തപ്പെടുന്ന എന്തിനെയാണ് നമ്മൾ സാധാരണ സാമൂഹികം എന്ന് പറയുന്നത്. ചരിത്രപരമായി സാമൂഹികമായി അധികാരബദ്ധമായി മനുഷ്യൻ്റെ പരസ്പര ഇടപാടുകളിൽ രൂപപ്പെട്ടു വരുന്ന ക്രമങ്ങളെയാണ് സാധാരണ നമ്മൾ സാമൂഹികം എന്ന് പറയുന്നത്. അപ്പോൾ ചില മനുഷ്യർക്ക് സവിശേഷമായ അധികാരം, പ്രിവിലേജുകൾ, ചില മനുഷ്യർക്ക് അധികാരമില്ലാത്ത, പ്രിവിലേജ് ഇല്ലാത്ത അവസ്ഥ, അത് സാമൂഹികമായി ചരിത്രപരമായി അധികാരബദ്ധമായി നിർമ്മിക്കപ്പെട്ടതാണെന്നും അത് ഇന്ത്യൻ അവസ്ഥയിലൊരു മേൽക്കീഴ് ബന്ധങ്ങളുടെ ഭാഗമായി ഉണ്ടായി വന്നതാണെന്നും ആ ഉണ്ടായി വന്ന ക്രമത്തിൻ്റെ ആദ്യഘട്ടത്തെ വർണ്ണമായി
ചില സാമൂഹിക വിഭാഗങ്ങളെ വർണ്ണമായി വേർതിരിച്ച് 4 വർണ്ണമായി വേർതിരിച്ച് ഓരോ വർണ്ണത്തിനും വ്യത്യസ്തമായ പദവികളും സ്ഥാനമാന പദവികളും അധികാരങ്ങളും സവിശേഷമായ അധികാരവും നൽകിയിരിക്കുന്ന, കൊടുത്തിരിക്കുന്ന, നൽകപ്പെട്ടിരിക്കുന്ന, കിട്ടിയിരിക്കുന്ന ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ വർണ്ണനം അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത്. അതൊരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു 4-fold ഡിവിഷൻ ഓഫ് ബ്രാഹ്മണിക്കൽ കോസ്മോളജിയാണ്. ഒരു ബ്രാഹ്മണിക്കലായൊരു കോസ്മോളജിയാണ്, ഉൽപ്പത്തി ശാസ്ത്രമാണത് എന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായി സാമൂഹികമാണ്, അടിസ്ഥാനപരമായി അധികാരബദ്ധമാണ്, അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അധികാരബദ്ധമാണ്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു ഗോത്ര വ്യവസ്ഥ നിലനിന്നിരുന്നൊരു സമൂഹക്രമത്തിൻ്റെ ഉള്ളിൽ ത്രൈവർണികരെന്ന് പറയുന്ന കുറേ വിഭാഗം, ത്രൈവർണികരല്ലാത്ത മറ്റൊരു വിഭാഗം, അപ്പോൾ അതുമല്ലാത്ത 5ാം വർണ്ണം എന്ന് പറയുന്ന മറ്റൊരു വർണ്ണം തുടങ്ങിയ ഇങ്ങനെ വേർതിരിവുകളും തരംതിരിവുകളുമായ ഒരു അവസ്ഥയിൽ ബ്രാഹ്മണികമായൊരു കോസ്മോളജി ഉപയോഗിച്ച് അതിനെ ന്യായീകരിക്കുകയും വർണ്ണബദ്ധമായൊരു സമൂഹമായി അതിനെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നിനെ അവിടെ ചില മനുഷ്യർക്ക്, ഭൂരിപക്ഷം മനുഷ്യർക്ക് അധികാരമോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരവസ്ഥയായി സ്ഥാനപ്പെടുമ്പോഴാണ് സാമൂഹിക പുറന്തള്ളൽ ഉണ്ടാകുന്നത്. സാമൂഹികമായി അത്യജാതിക്കാരനായിട്ടോ ചണ്ടാലനായിട്ടോ ശൂദ്രനായിട്ടോ ഒക്കെ മനുഷ്യരെ സ്ഥാനപ്പെടുകയും അതായത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. പുറന്തള്ളപ്പെട്ടവർക്ക് അവകാശങ്ങളില്ലാതിരിക്കുകയും മറ്റ് ത്രൈവർണികർ എന്ന് പറയുന്ന വർണ്ണ വിഭാഗത്തിൽപ്പെട്ട അവകാശങ്ങളും അധികാരവും ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ വർണ്ണനം എന്ന് പറയുന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും. അങ്ങനെ വർണ്ണത്തിനുള്ളിൽ എങ്ങനെ ജാതി ഉണ്ടായി എന്നുള്ളത് സാമൂഹ്യശാസ്ത്രപരമായും ചരിത്രപരമായും വളരെ പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രകാരന്മാരുടെ ഇടയിൽ നിന്നും സമൂഹശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ജാതിയെ നിശ്ചയിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകമായി പറയുന്നത്, ഒന്ന് അതിൻ്റെ ഒരു എൻഡോഗമി എന്ന് പറയുന്ന സഗോത്ര വിവാഹം രൂപപ്പെട്ടു വരുന്ന ക്രമത്തെയാണ് ഒന്ന്. രണ്ടാമത് അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ രൂപങ്ങളാണ്. ഈ രണ്ടിനെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരു ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത് എന്നുള്ളതാണ്. ഒന്ന് രണ്ടിനും വർണ്ണത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. 2 ജാതിയെ സംബന്ധിച്ചുള്ള ജാതി ഒരു വ്യവസ്ഥയായി ജാതി നിൽക്കണമെങ്കിൽ ജാതികളുണ്ടാവണം. ഒരു ജാതി മാത്രം ഉണ്ടായാൽ ജാതിയില്ല. ഒറ്റ ജാതി മാത്രമാണെങ്കിൽ ജാതിയില്ല. കാസ്റ്റ് ഈസ് എ പ്ലൂരൽ സിസ്റ്റം. കാസ്റ്റുകൾ ഉണ്ടായാൽ മാത്രമേ ജാതി ഉണ്ടാവുള്ളൂ. ഒരു ജാതി മാത്രമാണെങ്കിൽ ജാതി ഉണ്ടാവില്ല. അപ്പോൾ ജാതികളായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതികളായി സഗോത്ര ജാതികളായി സ്വന്തം ജാതികളിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്ന ഒരു വ്യവസ്ഥയായി ഒട്ടനവധി ജാതികൾ ഉണ്ടാവുകയും ആ ജാതികൾ മേൽക്കീഴ് ബന്ധങ്ങളിൽ എങ്ങനെ ക്രമപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു വ്യവസ്ഥാപരമായി നിൽക്കുമ്പോഴാണ് ജാതി വ്യവസ്ഥയായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജാതികൾ ഉണ്ടായാൽ മാത്രമേ ജാതി വ്യവസ്ഥയായി നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓണ്ടോളജിക്കലായി ജാതി നിലനിൽക്കണമെങ്കിൽ ജാതികൾ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നാരായണ ഗുരു പറഞ്ഞു, പിന്നെ വാട്ട് ഈസ് ദെൻ കാസ്റ്റ്? ഇൻഡിവിജ്വൽ കാസ്റ്റായിട്ട് നിൽക്കുന്നെങ്കിൽ ഒരു ജാതികളില്ല, ജാതി മാത്രമേ ഉള്ളൂ. അത് ജന്മരീതിയാണ്. ജാതികൾ എന്നുള്ളത്, അതായത് ഓരോ ജാതിക്കും സവിശേഷമായിട്ടുള്ള സ്വഭാവമില്ല, ഒറ്റ ജാതിയേ ഉള്ളൂ. അതൊരു ജന്മരീതിയാണ്. മറ്റ് മൃഗങ്ങളെപ്പോലെ തന്നെ, മറ്റ് ജീവികളെപ്പോലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ജാതിയേ ഉള്ളൂ. അതെൻ്റെ ജന്മരീതിയാണ്, ഒരു ജന്മരീതിയാണ് എന്ന് പറയുക വഴി ജാതി എന്ന് പറയുന്ന ഈ എൻഡോഗമസ് കാസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ഓണ്ടോളജിക്കലായി റിജക്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരു ചെയ്യുന്നത്. അതിനെ അദ്ദേഹം സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ജാതിയെയും വർണ്ണത്തെയും ഒന്നായി കാണുക വഴി യഥാർത്ഥത്തിൽ ഈ ജാതിബദ്ധമായിട്ടുള്ള ഭേദരൂപങ്ങളെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള താത്വികമായൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നുള്ളതാണ് ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിൽ മനുഷ്യരുടെ അസ്തിത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പിന്നെ സാഹോദര്യമാണെന്നും സ്നേഹമാണെന്നും ഇതിനെല്ലാം കൂടി നിശ്ചയിക്കുന്ന ഒരു ഓണ്ടോളജിക്കലായ ഒരു കോൺസെപ്റ്റ് എന്ന രീതിയിൽ അത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഉന്മ എന്ന് പറയുന്നത്
മനുഷ്യൻ്റെ ഉന്മ എന്ന് പറയുന്നത്, മനുഷ്യന് മനുഷ്യത്വം എന്ന് പറയുന്നത് പോലെ തന്നെ ഉന്മ എന്ന് പറയുന്ന സംഗമം അറിവാണെന്നുള്ള ഒരു നിർവചനത്തിലൂടെയാണ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കാലത്ത് ഇന്നിപ്പോൾ നടത്തിയ ഇവിടുത്തെ പ്രസൻറ്റേഷൻസ് എല്ലാം ഞാനിതിന് എനിക്ക് വലിയ ഇവിടെ ഒരു എന്താ പറയുക, ഒരു എൻ്റെ ധാരണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിനൊരു ചരിത്രപരമായി സമീപിക്കുന്ന രീതിയാണ് എൻ്റെ ഒരു മെത്തഡോളജി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ച പ്രബന്ധത്തെ എൻ്റെ മനസ്സിലാക്കൽ തെറ്റാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാവായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ പറയുന്നതെല്ലാം തന്നെ എൻ്റെ പരിമിതിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് പ്രസൻറ്റ് ചെയ്ത ആളുകളുടെ പരിമിതിയല്ല, ഞാൻ മനസ്സിലാക്കിയതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അനുശീലിക്കപ്പെട്ടിരിക്കുന്ന രീതിയുടെ പ്രശ്നമായിട്ട് അത് കണ്ടാൽ മതി. അതായത് ഞാൻ അനുശീലപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യശാസ്ത്രപരവും ചരിത്രപരവുമായിട്ടുള്ള ഒരു ധാരണയുടെയും മനസ്സിലാക്കൽ രീതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയായിട്ട് മനസ്സിലാക്കിയാൽ മതി എൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ ഒന്നാമത്തെ പ്രസൻറ്റേഷനിൽ പിന്നെ മോഹൻ ഗോപാൽ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് എൻ്റെ സ്ട്രൈക്ക് ചെയ്തൊരു സങ്കല്പം എന്ന് പറയുന്നത്, ദുഃഖത്തെയും ദുരിതത്തെയുമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമായി ഗുരു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ദുഃഖത്തെ, അപ്പോൾ ഇന്ത്യയിലെ എല്ലാ അബ്രാഹ്മണ ചിന്തകന്മാരും അടിസ്ഥാനപരമായി, ബുദ്ധനാണെങ്കിലും ദുഃഖത്തെ ഒരു മൗലികമായിട്ടുള്ള മനുഷ്യൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ദുഃഖത്തെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ പിന്നെ ഇവിടെ നടരാജഗുരുവിൻ്റെ സംഭാഷണത്തിൽ പ്രത്യേകിച്ച് ഈ പിന്നെ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞ കാര്യത്തെ മുൻനിർത്തി ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ പാവപ്പെട്ടവൻ്റെ ദുരിതം അവസാനിക്കട്ടെ, ദാരിദ്ര്യവും ദുരിതവും വിദ്വേഷവും അവസാനിക്കട്ടെ എന്നതാണ് ഗുരുചിന്തയുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഗുരുവിനെ പഠിക്കുവാൻ ഗുരുവിൻ്റെ വാക്കുകളെ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാന രീതിയായി സ്വീകരിച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സാമൂഹിക ഭാവം, അല്ലെങ്കിൽ ഒരു ബോധം, എല്ലാ മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സംഘടനാ രൂപം, അതാണ് സമുദായത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പം നാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഈ സമുദായം എന്ന് പറയുന്നത്. സമുദായം, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഇത് കേരളത്തിലെ മലയാളി എന്ന് പറയുന്ന ഒരു ജനസമൂഹം, വ്യത്യസ്ത സാമുദായിക അല്ലെങ്കിൽ മതജാതി സാമുദായിക സ്വത്വമുള്ള മനുഷ്യരെല്ലാം ഒറ്റ സമുദായമായി കണ്ടെടുക്കുന്ന ഒരു വീക്ഷണമാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ ഒരു സാമൂഹിക ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നായിട്ട് കാണുന്നത്. അത് മലയാളിയെ തന്നെ ഒരു സമുദായമായിട്ടാണ് അദ്ദേഹം സ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സാമാന്യാർത്ഥത്തിൽ നമുക്കത് SNDP എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് എല്ലാ മനുഷ്യർക്കും പ്രവേശനമുള്ള, എല്ലാ മനുഷ്യർക്കും തുല്യമായി കാണുന്നൊരു സംഘടനയായി അദ്ദേഹം പിന്നെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും അടിസ്ഥാനപരമായി മലയാളം സംസാരിക്കുന്ന കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിലുള്ള എല്ലാ സാമുദായിക മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം പിന്നെ നിർവചിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നാരായണഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ അക്കാലത്തെ ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പരിസരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ പരമമായ ഉദ്ദേശം ഒന്നാണെന്നും അതുവഴി ഒരു മതം എന്നുള്ള സങ്കല്പത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്, പിന്നെ വാട്ട് ഈസ് ദെൻ റിലീജിയൻ, എന്താണ് മതം അഭിപ്രായമാണെന്നുള്ള സങ്കല്പമുണ്ട്. മതം എന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്ന് ഒരു സങ്കല്പം ഇവിടെ സിന്ധു അവതരിപ്പിച്ചപ്പോൾ പറയുന്നുണ്ട്. മതം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് മതം നിലനിൽക്കുന്നത്, സ്നേഹമാണ്, പാരസ്പര്യ സ്നേഹമാണ് എന്നുള്ള വിവക്ഷകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം മതം മനസ്സിൽ നിലനിൽക്കുന്നൊരു സങ്കല്പമാണെന്നും അത് സ്നേഹമാണെന്നും അത് പാരസ്പര്യ സ്നേഹമാണെന്നും
അത് അപരനെ സ്നേഹിക്കുന്നൊരു ബോധ്യമാണെന്നും ഉള്ളൊരു ധാരണയിലേക്കാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചത്. അപ്പം മതത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു പ്രശ്നവും ഇവിടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മതത്തെ എങ്ങനെ സമീപിക്കണം, മറ്റുള്ള മതങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു സങ്കല്പവും ഇവിടെ ഇതുണ്ടായി. അപ്പോൾ അതിനെ എനിക്ക് പെട്ടെന്ന് ആലോചിച്ച സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കായിട്ടുള്ള, പൊതുവെ നമ്മൾ ഇന്ത്യക്ക് എന്നൊരു സങ്കല്പമാണ്. ഇന്ത്യയിലെ ഒരു മതത്തെ സംബന്ധിച്ചുള്ള, വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഇന്ത്യനായിട്ടുള്ള സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പം. ബ്രാഹ്മണിക്കായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്, ശ്രമണിക്കായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് ധർമ്മത്തെക്കുറിച്ചുള്ള. വാട്ട് ഈസ് ദെൻ ധർമ്മ എന്ന് പറയുന്നുള്ള ഒരു സങ്കല്പമുണ്ട്. സാധാരണ നമ്മൾ പറയും മതം ധർമ്മമാണെന്ന് പറയും. നാരായണഗുരു പറഞ്ഞു മതം അഭിപ്രായമാണെന്ന് പറയും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് മതം ധർമ്മമാണെന്നും മതം അഭിപ്രായമാണെന്ന് പറയുന്നതിലുള്ള വ്യത്യാസത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അപരമതത്തെക്കുറിച്ചുള്ള സങ്കല്പം കിടക്കുന്നത്. മതം നിങ്ങളെ ധർമ്മമാണെന്ന് പറയുമ്പോൾ, മതം അഭിപ്രായമാണെന്ന് പറയുമ്പോൾ, ഈ അപരമതങ്ങളെ സമീപിക്കുവാനുള്ള ഒരു സങ്കല്പനം ഇതിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണിക്കായിട്ടുള്ള റിലീജിയൻ അപരമതങ്ങളെ സമീപിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് ധർമ്മമായിട്ടാണ്. സ്വന്തം ബ്രാഹ്മണിക് റിലീജിയൻ അതിന് വർണ്ണ ആശ്രമ ധർമ്മം പോലുള്ള ധർമ്മസങ്കല്പമായി കാണുമ്പോൾ മറ്റു മതങ്ങളെ അത് കാണുന്ന രീതിയുണ്ട്. നാരായണഗുരു മതം അഭിപ്രായമായി കാണുന്നു. അഭിപ്രായം എന്ന് പറയുന്നത് എന്താ? അഭിപ്രായം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹത്തോടു കൂടി സമീപിക്കുന്ന ഒന്നാണെന്ന് പറയും. ഇവിടെ സൂചിപ്പിച്ച പോലെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, സ്നേഹമാണ്, കരുണയാണ്, അനുകമ്പയാണ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉന്മയാണ്, മനുഷ്യൻ്റെ പ്രപഞ്ചത്തെയും മനുഷ്യനെയും കൂട്ടി നിർത്തുന്ന അതിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമായിട്ടുള്ള അറിവാണ് എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഈ പ്രസൻറ്റേഷനിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടായി എന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അഹിംസ, സ്നേഹം, സാഹോദര്യം, ബുദ്ധൻ്റെ അഹിംസാ സങ്കല്പം, ക്രിസ്തുവിൻ്റെ സ്നേഹസങ്കല്പം, ഇസ്ലാമിൻ്റെ സാഹോദര്യ സങ്കല്പം കൂടിച്ചേർന്ന അപരമതത്തെക്കുറിച്ചുള്ള അപരമതങ്ങളുടെ ദർശനങ്ങളുടെ അടിത്തറയായി നിൽക്കുന്ന സങ്കല്പങ്ങൾ. അതെങ്ങനെയാണ് നാരായണഗുരു തൻ്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണത് സ്വീകരിച്ചു എന്നുള്ള ഒരു കാര്യവും ഇവിടെ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വരുമ്പോൾ ഈ വ്യവസ്ഥിതിയും മനസ്ഥിതിയും തമ്മിലുള്ള ബന്ധം, സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. നമ്മൾ പറയും ജാതി വർണ്ണ ഘടനയിൽ നിൽക്കുന്ന നമ്മുടെ ഒരു പരസ്പരം മനുഷ്യരെ അപരത്വത്തെ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിൽ. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പല രീതിയിലുള്ള ഭേദരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ അപരത്വത്തെ നിരന്തരം സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ത്യൻ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. വർണ്ണജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അപരത്വത്തെ നിരന്തരം ചണ്ടാലനായിട്ടും കീഴാളനായിട്ടും ശൂദ്രനായിട്ടും മറ്റു പല ജാതി വിഭാഗങ്ങളായ മനുഷ്യന് നിരന്തരം അപരത്വത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപരത്വത്തെ നിർമ്മിക്കുന്ന ഒരു വ്യവസ്ഥിതി, അപരത്വത്തെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയുള്ളിൽ ഓരോ മനുഷ്യരിലും, അതിപ്പോൾ വ്യവസ്ഥിതിയുടെ മുകളിൽ നിൽക്കുന്നവരും വ്യവസ്ഥിതിയുടെ താഴത്ത് നിൽക്കുന്നവരും ചണ്ടാലിലും ബ്രാഹ്മണിലും അതനുസൃതമായൊരു മനസ്ഥിതി സൃഷ്ടിക്കുന്നുണ്ട്. മനസ്ഥിതി അവരിൽ തന്നെ ഒരു മനസ്ഥിതി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ അവസ്ഥയിൽ വർണ്ണജാതി വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന വ്യവസ്ഥിതിയെയും അത് സൃഷ്ടിക്കുന്ന മനസ്ഥിതിയെയും മറികടക്കുന്ന രീതിയിലുള്ള ഒരു സാഹോദര്യ സങ്കല്പം, ഒരു മതസങ്കല്പം നിർമ്മിച്ചുകൊണ്ട് മാത്രമേ, രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഇവിടെ പറയുന്ന രീതിയിലുള്ള ഒരു അസമത്വബദ്ധമായ സാമൂഹിക ക്രമത്തെ നമുക്ക് മറികടക്കാൻ കഴിയും. അതിങ്ങനെ മറികടക്കുന്ന ഒരു ധർമ്മസങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഈ മാനവധർമ്മം എന്ന് പറയുന്ന സങ്കല്പമായി എനിക്ക് മനസ്സിലായത്. എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ പറയണത്. എനിക്ക് മനസ്സിലായി. വാട്ട് ഈസ് ദെൻ മാനവധർമ്മം എന്ന് പറയുന്നത് എന്താ? വ്യവസ്ഥിതി സൃഷ്ടിച്ച അസമത്വബദ്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തെയും അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അപരത്വത്തെക്കുറിച്ചുള്ള ധാരണകൾ, അപരരാണ്, നിങ്ങൾ ഹീനരാണ്, നിങ്ങൾ അന്യമതക്കാരനാണ്, നിങ്ങൾ അന്യ സമുദായക്കാരാണെന്നുള്ള ആ ബോധ്യം, അത് ഇൻഹറൻ്റായി ഈ വ്യവസ്ഥിതി സൃഷ്ടിക്കുന്ന ബോധ്യങ്ങളാണ് മനുഷ്യരിൽ നിന്ന്. ഇതിന് രണ്ടിനെയും മറികടന്ന് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഉന്മ എന്താണ്, മനുഷ്യൻ്റെയും പ്രപഞ്ചത്തെയും സാമൂഹ്യ ബന്ധങ്ങൾ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഉന്മ എന്താണ് എന്ന് പറയുമ്പോഴാണ് അത് അറിവാണ്. ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മനുഷ്യൻ്റെ സാമൂഹിക ജീവിതമാണ്, പാരസ്പര്യമായ ബന്ധമാണ്. അതല്ല ഈ മാനവധർമ്മം. ശ്രീനാരായണ മാനവധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയും കൂടി ആലോചിച്ചുകൂടെ?
എൻ്റെ സംശയമാണോ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ആലോചനയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപരത്വം എന്നത് ഭേദബദ്ധമായൊരു സമൂഹത്തിൽ അപരത്വം ഉണ്ടാകും. ഭേദരൂപങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ മതസമുദായങ്ങളാണെങ്കിലും സാമൂഹിക വ്യവസ്ഥാക്രമമാണെങ്കിലും അത് അപരത്വത്തിലാണ് നിലനിൽക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഭേദരൂപങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അപരത്വത്തെ മറികടക്കാൻ കഴിയൂ. ഭേദരൂപങ്ങൾ ജാതിയുടെ, ജെൻഡറിൻ്റെ, സമുദായത്തിൻ്റെ, മതത്തിൻ്റെ, വംശീയതയുടെ, പ്രദേശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭേദരൂപങ്ങളും അടിസ്ഥാനപരമായി അസമത്വബദ്ധവും അധികാരബദ്ധവുമാണ്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ഭേദരൂപങ്ങളെ മറികടക്കുന്ന ഒരു ചിന്ത വേണം. എന്ന് വെച്ചാൽ അപരത്വങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ചിന്തയെ സൃഷ്ടിച്ചുകൊണ്ടാണ് അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അപ്പോഴാണ് അപരപ്രിയം എന്ന് പറയുന്ന സങ്കല്പം, സ്വംപ്രിയം അപരപ്രിയം, ശ്യാമത് വിശദീകരിക്കുകയുണ്ടായി, അപരപ്രിയമായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബ്രാഹ്മണികമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ തദ്ദേശീയമായ ബ്രാഹ്മണികമായിട്ടുള്ള ഒരു ചിന്താപദ്ധതി, അസമത്വബദ്ധവും അപരത്വം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ബ്രാഹ്മണികമായിട്ടുള്ള ഒരു ചിന്താപദ്ധതിയെയും യൂറോപ്പിലുണ്ടായി വന്ന നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന മനുഷ്യസങ്കല്പം, ആ മനുഷ്യസങ്കല്പത്തെ അമൽസി രാജൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ബൈപ്പോളറായിട്ടുള്ള ദ്വന്ദ്വബദ്ധമായിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യ സങ്കല്പമാണ് ഉണ്ടായി വന്നത്. കറുത്തവരും വെളുത്തവരും അല്ലേ, അങ്ങനെയുള്ള യൂറോപ്യൻസും നോൺ യൂറോപ്യൻസും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ദ്വന്ദ്വബദ്ധമായിട്ടുള്ള സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ വസ്തുബദ്ധമായി വസ്തുവൽക്കരിച്ച് എല്ലാത്തിനെയും കാണുന്ന യൂറോപ്യനായ ഒരു ചിന്തയുടെ, എന്ന് വെച്ചാൽ യൂറോപ്യൻ ചിന്തയുടെ സ്വഭാവം അപരത്വത്തെ നിർമ്മിക്കുന്ന ഒരു ചിന്തയാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണിക് തോട്ടിൻ്റെ അടിസ്ഥാന സംഭവം അപരത്വം നിർമ്മിക്കുന്നതാണ്. ഈ അപരത്വത്തെ രണ്ടിനെയും പരിഹരിക്കുവാനാണ് യഥാർത്ഥ ഈ അപരത്വത്തെ മറികടക്കുവാൻ വേണ്ടിയാണ് അപരന് സുഖമായി വരുന്ന ഒരു പ്രവൃത്തി, ക്രിയ സ്വയമായി ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ക്രിയകളെല്ലാം അവരന് കൂടി സുഖം വരുന്ന രീതിയിലുള്ള പ്രവർത്തികളായിരിക്കണമെന്ന ആ ഒരു സങ്കല്പത്തിലൂടെ അപരനെ സ്വംപരം സങ്കല്പം എന്ന് പറയുന്ന ഭേദരൂപത്തെ മറികടക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ബ്രാഹ്മണികവും യൂറോപ്പിനുമായിട്ടുള്ള മനുഷ്യസങ്കല്പത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു പുതിയ മനുഷ്യസങ്കല്പത്തെ നിർമ്മിച്ചുകൊണ്ടാണ് അപരത്വത്തെ മറികടക്കുന്ന അപരത്വരഹിതമായിട്ടുള്ള ഒരു മനുഷ്യസങ്കല്പത്തെ നിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരു ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആ മനുഷ്യസങ്കല്പത്തിൻ്റെ അടിത്തറ എന്താണ്? ആ മനുഷ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? മനുഷ്യന് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം, അതിൻ്റെ ഉന്മ എന്ന് പറയുന്ന അറിവാണ്. അതിൻ്റെ ഉന്മ എന്ന് പറയുന്നത് അറിവാണെന്നുള്ളത്. പിന്നെ അറിവിനെക്കുറിച്ചുള്ള ഇവിടെ പ്രസൻറ്റേഷൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഈ അറിവിനെക്കുറിച്ചുള്ള സങ്കല്പം എന്ന്, ഇന്ത്യനായിട്ടുള്ള ഈ ബ്രാഹ്മണികമായിട്ടുള്ളൊരു സങ്കല്പത്തിന് അറിവെന്ന് പറയുന്നത്, അറിവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദമാണ് അറിവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ താത്വികവുമായും അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്ന വേദങ്ങളാണ്. വേദങ്ങളെ അനുസരിച്ച് വേദാനുസാരിയായ അറിവുകൾ മാത്രമേ അറിവായി അംഗീകരിച്ചിരുന്നുള്ളൂ ഇന്ത്യൻ പാരമ്പര്യത്തിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അറിവെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ടെക്സ്ച്വൽ ട്രഡീഷനിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ വേദങ്ങളോ അങ്ങനെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്ച്വൽ ട്രഡീഷനിൽ അതിൽ നിന്നും ഉത്ഭവിക്കുന്നതോ അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതല്ല നോളജ് എന്ന് പറയുന്നത്. നോളജ് എന്ന് പറയുന്നത് നോളജായിട്ട് നിൽക്കുന്നതാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണെന്നും അത് മനസ്സിലാക്കുവാനുള്ള രീതിയാണ് വേണ്ടതെന്നുള്ളതാണ്. അറിവിനെ മനസ്സിലാക്കുവാനുള്ള ഒരു രീതിയാണ്, അതിൻ്റെ അടിത്തറ എന്താണ് എന്നത് ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി ആദർശ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ അറിവിനെ അറിയുവാനുള്ള അടിത്തറയാണ് ഗുരു സവിശേഷമായി ഊന്നുന്നത്. അറിവിനെ അറിയുവാനുള്ള അടിത്തറയാണ് ഊന്നുന്നത്. അതിൽ
ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു അറിവ് രൂപമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം മനുഷ്യത്വമാണെന്നും ആ മനുഷ്യത്വത്തെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ അറിവിൻ്റെ തന്നെ അടിസ്ഥാനപരമായ സ്വഭാവമെന്നും ഇവിടെ വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മനുഷ്യനെ കെടുത്തുന്ന മനുഷ്യനെന്ന് പറയുന്ന ഉണ്മയെ തന്നെ കെടുത്തിക്കളയുന്ന ഒന്നാണ് ജാതി. മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉണ്മയെ, അതായത് അറിവുബദ്ധമായ മനുഷ്യൻ്റെ ഉണ്മയെ കെടുത്തിക്കളയുന്ന ഒന്നാണെന്ന് ജാതി എന്നും. അപ്പം ജാതിരഹിതമായൊരു സമൂഹത്തിലാണ് സമ്പൂർണ്ണമായ അറിവിനെക്കുറിച്ച് മനുഷ്യന് അറിവ് സാധ്യമാവുകയുള്ളൂ. ജാതി നിലനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യന് ഒരു പ്രത്യേക ജാതിയിൽ നിന്നുകൊണ്ട് ജാതി താല്പര്യം മുൻനിർത്തി നിങ്ങൾക്ക് അറിവിനെ ഗ്രഹിക്കുവാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ അറിവിനെ ഗ്രഹിക്കുവാൻ സാധ്യമല്ലെന്നും അറിവിനെ മനസ്സിലാക്കുവാൻ ജാതിബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭേദബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭേദരൂപങ്ങൾ നിലനിൽക്കുന്ന ഭേദചിന്തയുള്ള ഒരു മനുഷ്യന് അറിവെന്ന് പറയുന്ന യഥാർത്ഥമായ ഒന്നിനെ ഗ്രഹിക്കുവാൻ കഴിയില്ലെന്നും അപ്പോൾ അറിവിനെ മനസ്സിലാക്കുവാനുള്ള ഉപാധിയാണ് ജാതിരഹിതമായൊരു സമൂഹം എന്ന് പറയുന്നത്. ജാതിരഹിതമായി ചിന്തിക്കുക, ജാതിരഹിതമായി ജാതി ഇല്ലാതായിരിക്കുക, ജാതിയെ ത്യജിക്കുക എന്ന് പറയുന്നത് അറിവിനെ മനസ്സിലാക്കുവാനുള്ള മുന്നുപാധിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഓണ്ടിക്കാട്ടുള്ള അതിൻ്റെ അസ്തിത്വപരമായ സംഭവം എന്താണ്? ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ മനുഷ്യൻ്റെ ഉണ്മ എന്നൊരു ഗ്രേഡഡ് ഓണ്ടോളജിയിലായിരിക്കും. തരംതിരിച്ച ഒരു ഭവത്വം എന്ന് പറയും. തരംതിരിച്ചൊരു ഭവത്വത്തിലാണ് മനുഷ്യൻ്റെ ഉന്മ എന്ന് പറയുന്നത് നിൽക്കുന്നത് ജാതിബദ്ധമായ സമൂഹത്തിൽ. അപ്പം ഗ്രേഡഡായിട്ടുള്ള ഒരു ഓണ്ടോളജിക്കലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിൽ നിന്ന് മനുഷ്യന് സമഭാവനയിലുള്ള, മനുഷ്യനെ അപരത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട് അപര മനുഷ്യരെ കൂടി അംഗീകരിച്ച് തുല്യതയുള്ള ഒരു മനുഷ്യ സങ്കല്പത്തെ സാധ്യമാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അറിവിനെ നേടാൻ കഴിയുള്ളൂ എന്നുള്ളത്, അറിവിനെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുള്ളൂ, അറിവിനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള. അങ്ങനെ വരുമ്പോഴാണ് ഈ ജാതിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭേദരഹിതമായിട്ടുള്ള, ഭേദങ്ങളില്ലാത്ത അപരത്വരഹിതമായ ഒരു മനുഷ്യ സങ്കല്പത്തെ നിർവചിച്ചുകൊണ്ട് അതിനെ സ്ഥാപിച്ചുറപ്പിച്ചുകൊണ്ടാണ് അറിവെന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നിനെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ആദർശ ഇവിടെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിനാണ് അപരനെ അറിയുന്ന അറിവ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞ അപരനെ അറിയുന്ന അറിവ് എന്ന് പറയുന്നത് അതാണ്. അത് അപരനെ അറിയുന്ന, അപരനെ ഉൾക്കൊള്ളുന്ന അറിവ്. പക്ഷെ അപരനായി മാറ്റി നിർത്തുന്ന ഒരു വ്യാജബോധത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത്. വ്യാജബോധം എന്ന് പറഞ്ഞാൽ അപരത്വങ്ങളെ നിരന്തരം നിർമ്മിക്കുന്ന, അത് വംശീയമാവാം, ജാതിയാവാം, മതമാവാം, ഭേദരൂപങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാവാം. ഇങ്ങനെ അപരത്വത്തെ നിരന്തരം നിർമ്മിക്കുന്ന വ്യാജ സാംസ്കാരിക നിർമ്മിതിയിലൂടെയാണ് സമൂഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിൽക്കുന്നതാണ്. അപ്പം അത്തരം സാമൂഹ്യ ബന്ധങ്ങളെ മനസ്സിലാക്കുവാനാണ് നമ്മൾ ഈ അറിവിനെ ഉപയോഗിക്കുന്നത്. ഈ ബ്രാഹ്മണ്യ ചിന്തയുടെ ഒരു പൊതു സ്വഭാവം മനുഷ്യനെ നിരന്തരമായ രീതിയിൽ ഈ വ്യാജബോധത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. വ്യാജബോധത്തിൽ നിലനിർത്തുന്നതാണ്. അപ്പോൾ വ്യാജബോധത്തെ മനസ്സിലാക്കുവാനുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഈ വ്യവഹാരിക ലോകത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെയാണ് വ്യാജബോധം മനുഷ്യനെ മറ്റ് മനുഷ്യനെ അപരരായി സ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഭേദരൂപങ്ങളുടെയും വേർതിരിവുകളുടെയും വ്യവസ്ഥയെ നിലനിർത്തുന്നു എന്നുള്ളതും, അതിനെ മറികടക്കണമെങ്കിൽ അപരത്വരഹിതമായിട്ടുള്ള, പിന്നെ അപരത്വരഹിതവും അപരത്തിലില്ലാത്തതും ഇനി അപരപ്രിയമായി കാണുന്ന ഒരു മനുഷ്യചിന്തയെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ശ്രീനാരായണ മാനവ ധർമ്മം എന്നാണ് ഇവിടുത്തെ പ്രസൻറ്റേഷനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതുവഴി ഇതിൻ്റെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് നടന്ന ഈ പ്രഭാഷണങ്ങളുടെയും പ്രസൻറ്റേഷൻ്റെയും മൊത്തത്തിലുള്ള ഒരു ധാരണയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ 19-20 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ വിശേഷിച്ചുണ്ടായി വന്ന ഒട്ടനവധി ചിന്തകന്മാരുണ്ട്. 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായി വന്ന ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഉണ്ടായി വന്ന പ്രമുഖ ഒരുപാട് ചിന്തകന്മാരുണ്ട്. ഈ ചിന്തകന്മാരെല്ലാം തന്നെ അടിസ്ഥാനപരമായി അവർ പ്രാദേശികമായ സമൂഹത്തോടാണ് അഭിസംബോധന ചെയ്തെങ്കിൽ പോലും, എന്താ വെച്ചാൽ നാരായണ ഗുരുവാണെങ്കിൽ കാലത്തെ കേരളീയ സമൂഹത്തോടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവർത്തനങ്ങളും ആലോചനകളെല്ലാം തദ്ദേശീയമായ കേരളീയ സമൂഹത്തിൻ്റെ, അക്കാലത്തെ കേരളീയ സമൂഹത്തോടാണ് അഭിസംബോധന ചെയ്തതെങ്കിലും ഇവരൊക്കെ ഒരു ഗ്ലോബൽ
ആയിട്ടുള്ള ചിന്തകന്മാരാണ്. കാരണം മനുഷ്യനെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ജനാധിപത്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം അടിസ്ഥാനപരമായ ഒരു ഗ്ലോബൽ ചിന്തകന്മാരാണ് അടിസ്ഥാനം. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ നമ്മളിന്നും ഒരു സെൽഫായിട്ട് റീഡ് ചെയ്തുകൊണ്ട് അതൊരു മെത്തഡോളജിയാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്, അതൊരു കാഴ്ചപ്പാടാണെന്ന് പറയുണ്ടായി. അതിനെ ഒരു ഗ്ലോബലായിട്ടുള്ള ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കേരളവും ഇന്ത്യയും ഗ്ലോബലായി അഭിമുഖീകരിക്കുന്ന ഭേദരൂപങ്ങളുടെ, മനസ്സിലായോ? അതായത് അടിച്ചമർത്തലിൻ്റെ, വിവേചനത്തിൻ്റെ, സമഗ്രാധിപത്യത്തിൻ്റെ, അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക ക്രമങ്ങളുണ്ട്. ഈ ക്രമങ്ങളെ മനസ്സിലാക്കുവാനും ആ ക്രമങ്ങളെ പുതുക്കി പണിയുവാൻ ആവശ്യമായിട്ടുള്ള ഒരു ആഗോള ചിന്തയുടെ, ആഗോള ജനാധിപത്യ ചിന്തയുടെ, സാഹോദര്യ ചിന്തയുടെ ഒരു തലത്തിലായിട്ടാണ് നമ്മൾ ഈ അപരപ്രിയമായിട്ടുള്ള മനുഷ്യസങ്കല്പത്തെ, നാരായണ ഗുരുവിൻ്റെ മനുഷ്യസങ്കല്പത്തെ സമകാലികമായി നമ്മൾ സ്ഥാനപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ സാങ്കത്യവും അതിൻ്റെ സാധ്യതയും അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഞാൻ സംസാരിച്ച അല്പം കൂടിപ്പോയി. ഇവിടെ വരുന്ന ശ്രദ്ധാപൂർവം ഇത് കേൾക്കുവാനും പരിമിതമാണെങ്കിൽ പോലും എൻ്റെ ധാരണയിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാനും കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.